നമുക്കറിയാം ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആംബിയർ ഇതിനെപ്പറ്റി കുറച്ച് അധികമായിട്ട് സ്റ്റഡി ചെയ്തു. ഇങ്ങനെയെങ്കിൽ രണ്ട് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് തൊട്ടടുത്ത് വെച്ചിരുന്നാൽ അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ ഫോഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ കണ്ടക്ടറിൽ കൂടെയുള്ള കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ആ കണ്ടക്ടേഴ്സിന്റെ സൈസിനെ അല്ലെങ്കിൽ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഈ കണ്ടക്ടേഴ്സ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ആ സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമുക്ക് ആ ഫോഴ്സ് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. അപ്പൊ നമുക്ക് എടുക്കാം പാരലൽ ആയിട്ട് രണ്ട് കണ്ടക്ടേഴ്സ്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. അപ്പോ പേര് കൊടുക്കാം നമുക്ക്. പി എന്ന് പറയുന്ന കണ്ടക്ടർ, ഇത് ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടർ. ഈ രണ്ട് കണ്ടക്ടറിലും കറന്റ് ഉണ്ട്. ഈ കറന്റ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? സെയിം ഡിറക്ഷനിൽ. I1 ആൻഡ് I2 ആണ് കറന്റിന്റെ വാല്യൂ. അത് സെയിം ഡിറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ രണ്ട് കണ്ടക്ടേഴ്സും തമ്മിലുള്ള സെപ്പറേഷൻ സ്മോൾ ഡി ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ആണ്. കറന്റിന്റെ ഡിറക്ഷൻ സെയിം ഡിറക്ഷൻ ആണ്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ സ്മോൾ ഡി ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഏതാണ്? പി ആണ്. ആ പിയിലെ കറന്റ് എന്ന് പറയുന്നത് I1 ആണ്. അപ്പൊ ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പൊ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും പെർപെൻഡിക്കുലർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതാണ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെ? അപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ നോക്കിക്കേ, കറന്റിന്റെ ഡിറക്ഷനിൽ നമ്മുടെ തമ്പുണ്ട്. നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ആ കേൾഡ് ഫിംഗേഴ്സ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണ് അല്ലെ? ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അതിവിടെ കാണിക്കാം. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണ്. ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഈ I1 കറന്റ് മൂലം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ അതിന് B1 പേര് കൊടുത്തു. കിട്ടിയല്ലോ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങോട്ടാണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് വെച്ചിരിക്കുന്നത്? ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. ആ ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടറിൽ എന്തുണ്ട്? കറന്റ് ഉണ്ട് അല്ലെ? അപ്പൊ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു ആണല്ലോ. അപ്പൊ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും ആണല്ലോ. ആ ഫോഴ്സ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഈ പി എന്ന് പറയുന്ന കണ്ടക്ടറിൽ I1 കറന്റ് ഫ്ലോ ചെയ്യുന്നത് കാരണം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോ ഇൻടു നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. B1 ആണ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. ദെൻ ആ B1ന്റെ വാല്യൂ എന്താന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഏത് റൂൾ അപ്ലൈ ചെയ്തിട്ട്? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്തിട്ട് സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിരുന്നു. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറന്റ് I1. നമുക്ക് പേര് കൊടുക്കാം B1 എന്ന് പേര് കൊടുക്കാം അല്ലെ? B1 that is equal to mu0 I by 2πr എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഹിയർ B1 that is equal to mu0. കറന്റ് ഏതാണ്? ഈ കണ്ടക്ടറിലെ കറന്റ് മൂലമാണ് അല്ലെ? ദാറ്റ് ഈസ് I1 divided by 2π
ആർ. ഇവിടുത്തെ കേസിൽ ഇവിടെ ക്യൂ എന്ന് പറയുന്ന കണ്ടക്ടർ പ്ലേസ് ചെയ്യാൻ പോകുന്ന ആ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് എങ്ങനെ കൊടുക്കാം? ഡി എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ. അപ്പൊ μ0I1 ഡിവൈഡഡ് ബൈ 2πd. ഇവിടെ ഇടിയല്ലോ. അപ്പൊ ഇതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇൻടു ആണ് കേട്ടോ. ക്രോസ് ഇട്ട് കാണിച്ചത്. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറായ ക്യൂ ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്താന്ന് നോക്കാം. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ഡിറക്ഷൻ ആദ്യം നമുക്ക് നോക്കാം. ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഏത് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡില് 3 ഫിംഗേഴ്സ് ആണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ കീപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെയാന്ന് മറന്നുപോകല്ലേ. ഏതൊക്കെയാ? തമ്പാണ് എന്തിന്റെ ഡിറക്ഷൻ? ഫോഴ്സിന്റെ ഡിറക്ഷൻ. 4 ഫിംഗർ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. മിഡിൽ ഫിംഗർ ആണ് കറന്റിന്റെ ഡിറക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ബോർഡിലേക്ക് അല്ലെ. കറന്റ് എങ്ങനെയാണ്? മുകളിലേക്ക്. അപ്പൊ നോക്കാം, നമുക്ക് പിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ 4 ഫിംഗർ ബോർഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്തു. കറന്റ് എങ്ങനെയാണ്? ദാ മുകളിലേക്ക് പോകുന്ന രീതിയിൽ ഇതാ അവിടെ അങ്ങനെ കാണിച്ചു. മിഡിൽ ഫിംഗർ ആണ് കറന്റിന്റെ ഡിറക്ഷൻ. ദെൻ തമ്പ് എങ്ങോട്ടാ കാണിക്കുന്നത് നോക്കിക്കേ. തമ്പ് ഇങ്ങോട്ട് അല്ലെ, അതായത് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ പിയുടെ അടുത്തേക്കാണ് തമ്പ് ഡിറക്ട് ചെയ്തിരിക്കുന്നത്. ആ തമ്പാണ് എന്തിന്റെ ഡിറക്ഷൻ? ഫോഴ്സിന്റെ ഡിറക്ഷൻ. മനസ്സിലായല്ലോ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിലേക്ക് കാണിച്ചിട്ടുണ്ട്. കറന്റിന്റെ ഡിറക്ഷൻ ദ മിഡിൽ ഫിംഗർ മുകളിലേക്ക് കാണിച്ചിട്ടുണ്ട്. ദെൻ തമ്പാണ് ഫോഴ്സിന്റെ ഡിറക്ഷൻ. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഫോഴ്സിന്റെ ഡിറക്ഷൻ. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ നമുക്ക് ലെഫ്റ്റിലേക്കാണ്, അതായത് പിയുടെ അടുത്തേക്കാണ് ഇങ്ങനെ കാണിക്കാം ആണല്ലോ. അപ്പോ നമുക്ക് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. FQP, അതായത് ക്യൂല് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എവിടേക്ക്? പിയുടെ ഡിറക്ഷനിലേക്ക്. അപ്പൊ FQP ഇങ്ങോട്ട് അല്ലെ, ലെഫ്റ്റിലേക്ക്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ അറിയാം. ഏതാണ്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരുന്നാൽ ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വെക്ടർ F that is equal to I into വെക്ടർ L ക്രോസ് വെക്ടർ B എന്നായിരുന്നു ഇക്വേഷൻ, അല്ലെങ്കിൽ ILB സൈൻ തീറ്റ എന്നായിരുന്നു ഇക്വേഷൻ അല്ലെ. F ഈക്വൽസ് ILB സൈൻ തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, നമ്മൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? F that is equal to ILB സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും? 90 ഡിഗ്രി. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ F that is equal to ILB. ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൊടുക്കാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് FQP that is equal to കൊടുക്കാവുന്നത് എങ്ങനെയാണ്? ILB. ഇവിടെ I എന്ന് പറയുന്നത് ഏതാണ്? ആ കണ്ടക്ടറിലെ കറന്റ്. മാറിപ്പോവല്ലോ, I1 അല്ല, ഈ കണ്ടക്ടർ ആണ്. ഇതാണ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ Q. അപ്പൊ അതിലെ കറന്റ് എത്രയാണ്? I2. ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് L എന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ I2L. ദെൻ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? B1. അപ്പൊ I2LB1 ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഫോഴ്സിന്റെ ഡിറക്ഷൻ നമുക്ക് കിട്ടി, മാഗ്നിറ്റ്യൂഡും കിട്ടി. അപ്പൊ നോക്കിക്കേ, ഇവിടെ B1 എന്നുള്ള ടേം വരുന്നുണ്ട്. B1 എന്താന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? FQP that is equal to I2L into B1. B1 വാല്യൂ കൊടുക്കുകയാണ് μ0 I1 divided by 2πd. That is FQP that is equal to, അറേഞ്ച് ചെയ്ത് എഴുതുവാണ്, μ0 I1 I2 divided by 2πd into L ആണല്ലോ. FQP that is equal to μ0 I1 I2 by 2πd into L. അങ്ങനെയെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്തായിരിക്കും? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന് വേറൊരു സിമ്പിൾ കൊടുക്കാം, സ്മോൾ f QP. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ദാറ്റ് ഈസ് FQP പെർ ലെങ്ത് അല്ലേ. ദാറ്റ് ഈസ്
അല്ലെ? ഈ L ഈ സൈഡിലേക്ക് വന്നു. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതായിരുന്നു μ0 I1 I2 ബൈ 2πd. അപ്പൊ ആ ഫോഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ കണ്ടക്ടേഴ്സിലെ കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അവർ തമ്മിലുള്ള സെപ്പറേഷന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. പിടികിട്ടിയല്ലോ? സിമിലർലി നമുക്ക് തിരിച്ച് ചിന്തിക്കാം. അതായത് നമ്മുടെ Q എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇവിടെ ഇരിപ്പുണ്ട് ആണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അതിന് ചുറ്റും പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ആണല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്? ഈ P എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഇതില് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യമായിട്ട് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. Q എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡിസ്റ്റൻസ് അകലത്തിലാണ് ആരിയിരിക്കുന്നത്? P എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? നേരത്തെ ചെയ്ത മാതിരി തന്നെ റൈറ്റ് ഹാൻഡ് റൂള് നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? കറന്റ് മുകളിലേക്ക്, കേൾഡ് ഫിംഗേഴ്സ് എവിടെ വരണം? അപ്പോ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ഈ സൈഡിലല്ലേ നമുക്ക് വേണ്ട പോയിന്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയല്ലേ അടുത്ത കണ്ടക്ടറിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വശത്ത് കേൾഡ് ഫിംഗേഴ്സ് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കണം. അപ്പൊ നോക്കിക്കേ, തമ്പാണ് കറന്റിന്റെ ഡയറക്ഷൻ. നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഔട്ട്വേർഡ് ഡിറക്ഷൻ അല്ലെ? ഈ ബോർഡിൽ നിന്ന് ഔട്ട്വേർഡ് ഡിറക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡിറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കാണിക്കാം? ഡോട്ട് ഇട്ട് കാണിച്ചേക്കാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആര് മൂലം? ഈ I2 എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മൂലം. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം, B2 എന്ന് പേര് കൊടുക്കാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്റ്റ് ചെയ്യുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആരെ വെക്കുന്നത്? ദാ P എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഇതിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യൂലോ. ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? നേരത്തെ ചെയ്ത മാതിരി തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്? 4 ഫിംഗർ ഔട്ട്വേർഡ് ഡിറക്ഷൻ അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ. കറന്റ് എങ്ങനെയാണ്? I1 എന്ന് പറയുന്ന കറന്റ് എങ്ങനെയാണ്? അപ്വേർഡ് ഡിറക്ഷൻ. ദെൻ തമ്പിന്റെ ഡിറക്ഷൻ നോക്കുക എങ്ങോട്ടാണ്? റൈറ്റിലേക്ക്, അതായത് Qന്റെ അടുത്തേക്ക്. മനസ്സിലായല്ലോ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ഡിറക്ഷൻ ആയത് കാരണം 4 ഫിംഗർ അങ്ങോട്ട് വരുന്ന രീതിയിൽ ഹോൾഡ് ചെയ്തേക്കുക. കറന്റ് അപ്വേർഡ് ഡിറക്ഷനിൽ കൊടുത്തിട്ടുണ്ട് മിഡിൽ ഫിംഗർ. ദെൻ തമ്പാണ് എന്തിന്റെ ഡിറക്ഷൻ? ഫോഴ്സിന്റെ ഡിറക്ഷൻ. അപ്പൊ നമുക്ക് ഡിറക്ഷൻ കൊടുത്തേക്കാം. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്താ? ഇങ്ങോട്ട് ആണല്ലോ. അതിന് പേര് കൊടുക്കാം. എഫ് പിയിൽ നിന്ന് ക്യൂയിലേക്കല്ലേ? FPQ വെക്ടർ FPQ. ഇവിടെ കിട്ടിയല്ലോ. അപ്പോ നമുക്ക് ഇക്വേഷൻസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് B2 എന്താന്ന് നോക്കാം. B2 that is equal to ഇക്വേഷൻ സെയിം തന്നെ μ0 I by 2πr. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കണം μ0 I എന്ന് പറയുന്നത് ആര് മൂലം? ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മൂലമാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആണല്ലോ. അപ്പൊ കറന്റ് ദാറ്റ് ഈസ് I2 ഡിവൈഡഡ് ബൈ 2π. ആ ഡിസ്റ്റൻസ് എത്രയാണ്? D. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങോട്ട് ഡിറക്റ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് നമുക്ക് കിട്ടിയ കാരണം നമുക്ക് സിമ്പിൾ കൊടുക്കാം, ഡോട്ട് ഇട്ട് കാണിച്ചേക്കാം. ഔട്ട്വേർഡ് ഡിറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇനി നമ്മൾ P എന്ന് പറയുന്ന കണ്ടക്ടർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് FPQ that is equal to നേരത്തെ മാതിരിയുള്ള സെയിം കണ്ടീഷൻ നമ്മൾ കൊടുക്കുവാണ്. F equals ILB. ഹിയർ I എന്ന് പറയുന്നത് ഏതാണ്? ഈ കണ്ടക്ടറിൽ കൂടെയുള്ള കറന്റ് ആയ I1. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ I1L. അവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് അതേതാ? B2. I1L B2 ആണല്ലോ. B2 എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോ FPQ that is equal to I1L into B2 വാല്യൂ കൊടുക്കുവാണ് μ0 I2 by 2πd ആണല്ലോ. ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. FPQ that is equal to
mu0 I1 I2 by 2 pi d into L. നേരത്തെ ചെയ്ത മാതിരി തന്നെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്താന്ന് കണ്ടുപിടിക്കുന്നു. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് സ്മോൾ എഫ് പി ക്യൂ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് പി ക്യൂ ബൈ എൽ. ദാറ്റ് ഈസ് mu0 I1 I2 divided by 2 pi d. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന് നമുക്ക് ഇക്വേഷൻ ആയി mu0 I1 I2 by 2 pi d. നോക്കിക്കേ, രണ്ട് കേസിലും നമുക്ക് ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന് സെയിം റിലേഷനാ കിട്ടിയത് അല്ലെ. mu0 I1 I2 by 2 pi d. ഇവിടെ ആണെങ്കിൽ mu0 I1 I2 by 2 pi d. അപ്പൊ ഫസ്റ്റ് കണ്ടക്ടർ സെക്കൻഡ് വണ്ണിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ്, അതോടൊപ്പം തന്നെ സെക്കൻഡ് കണ്ടക്ടർ ഫസ്റ്റ് വണ്ണിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ്, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലോ. ഡിറക്ഷൻ എങ്ങനെയാ നോക്കൂ, രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ. കണ്ടോ, ഇതാണെങ്കിൽ റൈറ്റിലേക്ക്, ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം ഈ ഫോഴ്സസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുവാണ്. അതായത് ടു എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് കേസിലും ഇങ്ങനെയായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് വെക്ടർ എഫ് പി ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ എഫ് ക്യൂ പി അല്ലെ. ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡിറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. വെക്ടർ എഫ് പി ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വെക്ടർ എഫ് ക്യൂ പി. വീണ്ടും നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ആംബിയർ. നമുക്കറിയാം കറന്റിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. ഈ ആംബിയറിനെ വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആംബിയർ, 1 ആംബിയറിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം ജനറൽ ആയിട്ട് കൊടുക്കുവാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു mu0 I1 I2 by 2 pi d എന്നുള്ള ആ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുവാണ് I1 ദാറ്റ് ഈസ് ഈക്വൽ ടു I2 ഈക്വൽസ് 1 ആംബിയർ ആണെന്ന് വിചാരിക്കാം. അവർ തമ്മിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണ് എങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു I1ഉം I2ഉം 1, ആ സെപ്പറേഷൻ 1 ആയാൽ ബാക്കി എന്താ ഉള്ളത്? mu0 by 2 pi. mu0 വാല്യൂ എത്രയാണ് നമുക്കറിയാം, 4 pi into 10⁻⁻⁷ ഡിവൈഡഡ് ബൈ 2 pi ആണല്ലോ. പൈ കട്ട് ചെയ്തു, 4 2 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 2 into 10⁻⁷ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ. അപ്പൊ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോ 1 ആംബിയർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 ആംബിയർ എന്ന് പറയുന്നത് 1 ആംബിയർ ഈസ് ഡിഫൈൻഡ് as that steady current അല്ലെങ്കിൽ constant current which when maintained through two straight parallel conductors of negligible area of cross section kept at a distance, എത്ര ഡിസ്റ്റൻസ് ആണ്? 1 meter apart in vacuum would produce a force per unit length എത്രയാ? 2 into 10⁻⁷ Newton per meter on each conductors. 1 ആംബിയറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1 ആംബിയർ ഈസ് ഡിഫൈൻഡ് as the constant അല്ലെങ്കിൽ the steady current which when maintained through two parallel straight conductors of negligible area of cross section placed at a distance of 1 meter apart in vacuum would produce a force per unit length 2 into 10⁻⁷ Newton per meter on each other. രണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളരെ ലോങ് ആയിട്ടുള്ള കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് വാക്വത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാ? 1 മീറ്റർ ആണ് എങ്കിൽ അവരുടെ ഫോഴ്സ് പെർ, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ വാല്യൂ എത്രയായിരിക്കും? 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും.
വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു കറന്റിന്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? സെയിം ഡിറക്ഷൻ ആണ്. ആണല്ലോ. കറന്റ് സെയിം ഡിറക്ഷൻ ആണെങ്കിൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ഫോഴ്സ് ഇങ്ങോട്ട്, ഇവിടെയാണ് ഈ ഫോഴ്സ് ഇങ്ങോട്ട്. അതായത് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. രണ്ട് കണ്ടക്ടേഴ്സിലെയും കറന്റിന്റെ ഡിറക്ഷൻ അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പൊ ഡെഫിനിഷൻ പറയുമ്പോൾ സെയിം കറന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സെയിം ഡിറക്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്, അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും. അപ്പൊ ഓർത്തിരിക്കുക, രണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സിലെ കറന്റിന്റെ ഡിറക്ഷൻ സെയിം ഡിറക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് രണ്ടും സെയിം ഡിറക്ഷൻ അല്ല, ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ആണെങ്കിൽ ആ ഫോഴ്സിന്റെ നേച്ചർ എന്തായിരിക്കും? റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. അതായത് കറന്റിന്റെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. പെട്ടെന്ന് നോക്കാം ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയാന്ന്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കറന്റ് അപ്വേർഡ് ഡിറക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിലേക്ക് ആയിരിക്കും. ആണല്ലോ. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെക്കുന്നത്. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെക്കുന്ന ആ കറന്റിന്റെ ഡിറക്ഷൻ ഡൗൺവേർഡ് ഡിറക്ഷൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെ പിടിക്കണം നോക്കിക്കേ. എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിലേക്ക് ആണല്ലോ. കറണ്ട് ഞാനിപ്പോ പറഞ്ഞ് റിവേഴ്സ് ചെയ്തു, കാരണം മുകളിലേക്കല്ല താഴേക്കാന്ന് വിചാരിച്ചോളൂ. അപ്പോ കറന്റ് ഇതാ മിഡിൽ ഫിംഗർ ഡൗൺവേർഡ് ഡിറക്ഷൻ. കണ്ടോ? ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ട് വന്നു? അങ്ങോട്ടേക്ക് വന്നു. ആണല്ലോ. മനസ്സിലായോ? ഇനി നേരെ തിരിച്ച് ചിന്തിക്കുമ്പോ ഇപ്പൊ കറന്റ് ക്യാരിങ് കണ്ടക്ടർ എങ്ങനെയാണ്? കറന്റ് ഡൗൺവേർഡ് ഡിറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പിടിക്കണം? ദാ ഇങ്ങനെ പിടിക്കണം അല്ലെ? ഈ വശത്തല്ല നമ്മുടെ കേൾഡ് ഫിംഗേഴ്സ് വരണ്ടേ? അപ്പൊ കേൾഡ് ഫിംഗേഴ്സ് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കണം. ദാ കറന്റ് എങ്ങോട്ടാണ്? കറന്റ് ഡൗൺവേർഡ് ഡിറക്ഷൻ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ആണ്. തമ്പിന്റെ ഡിറക്ഷൻ കറന്റ് ഡിറക്ഷൻ. കറന്റ് ഡൗൺവേർഡ് ഡിറക്ഷൻ ആണെങ്കിൽ ഇവിടെയാണ് നമ്മൾ അടുത്ത ആൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങോട്ടാണ്? ദ ബോർഡിലേക്കാണ്. ആണല്ലോ. അപ്പോ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെക്കുന്നത്. അപ്പൊ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയാന്ന് നോക്കിക്കേ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാന്ന് പറഞ്ഞ ബോർഡിലേക്ക് ആണല്ലോ. ദാ കറന്റ് എങ്ങോട്ടാണ്? അപ്വേർഡ് ഡിറക്ഷൻ. നോക്കൂ, തമ്പ് എങ്ങോട്ടാണ്? ദാ ഈ വശത്തേക്ക് ആണല്ലോ. നേരത്തെ കിട്ടിയ ഡിറക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടായിരുന്നു ഫോഴ്സിന്റെ ഡിറക്ഷൻ. ഇപ്പൊ എങ്ങനെയാണ്? ഇങ്ങോട്ട്. അതായത് രണ്ട് കേസിലും ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഈ ഡിറക്ഷനിലാണ് വരുന്നത്. അതായത് ഏത് നേച്ചറാണ്? റിപ്പൾസീവ് ഇൻ നേച്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. കറന്റ് സെയിം ഡിറക്ഷൻ ആണെങ്കിൽ, ഫോഴ്സ് എങ്ങനെയായിരിക്കും? അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. കറന്റ് സെയിം ഡിറക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. കറന്റിന്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കറന്റ് എങ്കിൽ കറന്റ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിപ്പൾസീവ് ഇൻ നേച്ചർ. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നോക്കാം, ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് അപ്ലൈ ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്താന്ന് നോക്കും, അതിന്റെ ഡിറക്ഷനും അതിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. പി എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ I1 ആണ് കറന്റ്. അതിന് പാരലൽ ആയിട്ട് ഡി ഡിസ്റ്റൻസ് അകലത്തിലാണ് നമ്മൾ Q എന്ന് പറയുന്ന രണ്ടാമത്തെ I2 കറന്റ് ഉള്ള രണ്ടാമത്തെ കണ്ടക്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത്, പി എന്ന് പറയുന്ന കണ്ടക്ടറിൽ I1 കറന്റ് ഉണ്ട്. അതുമൂലം അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ എന്താന്ന് നോക്കി. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്തപ്പോൾ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആയിട്ട് കിട്ടി. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ആര് വെക്കുന്നത്? Q എന്ന് പറയുന്ന I2 കറന്റ് ഉള്ള കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് F = ILB എന്നുള്ള കണ്ടീഷൻ കൊടുക്കാം. ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്തു? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഫോഴ്സിന്റെ ഡിറക്ഷൻ കിട്ടിയത്.
അപ്പൊ നമ്മൾ ഇക്വേഷൻസിലേക്ക് പോയി. B1 എന്താന്ന് നോക്കി, μ0 I1 by 2πd. ഫോഴ്സ് എന്താന്ന് നോക്കി, ILB എന്നുള്ള കണ്ടീഷനിലേക്ക് I2L B1. ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ മാറിപ്പോവല്ലേ കേട്ടോ. Q എന്ന് പറയുന്ന കണ്ടക്ടറിലെ കറന്റ് ആണ് I2. അപ്പൊ I2L അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് B1. രണ്ടിന് വാല്യൂ കൊടുത്തു. ദെൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് കിട്ടി μ0 I1 I2 by 2πd. സിമിലർലി നമ്മൾ തിരിച്ച് ചിന്തിക്കുക. ഈ കണ്ടക്ടർ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതുമൂലം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിട്ട് കിട്ടി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താന്ന് നോക്കി. ദെൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്താന്ന് നോക്കി ആണല്ലോ. അവിടെ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടായിട്ട് കിട്ടി. വാല്യൂ കൊടുക്കുവാണ് I1L B2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് സെയിം ഫോർമുലയിലേക്ക് തന്നെ എത്തിച്ചേർന്ന് μ0 I1 I2 by 2πd. ഈ രണ്ട് ഫോഴ്സും നോക്കിക്കേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നു. അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്, കാരണം കറന്റ് രണ്ടും സെയിം ഡയറക്ഷൻ. നേരെ മറിച്ച് ഒരാളുടെ കറന്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സസ് എങ്ങനെ വരും, റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. കാര്യം ശ്രദ്ധിക്കുക. ദെൻ ആംപിയർ എന്താന്ന് ഡിഫൈൻ ചെയ്തു. സെയിം ഇക്വേഷനില് രണ്ട് കറന്റ് കാര്യം കണ്ടക്ടറിലെയും കറന്റിന്റെ വാല്യൂ 1 ആംപിയർ ആയിട്ട് എടുത്തു. സെപ്പറേഷൻ 1 മീറ്റർ ആയിട്ട് എടുത്തപ്പോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് കിട്ടി 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ. ഈ പാരലൽ കറന്റ്സ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അത് കാണാനായിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. റോജറ്റ് സ്പൈറൽ എക്സ്പെരിമെന്റ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ വളരെ സ്മോൾ ആണ്. ഇലക്ട്രിക് ഫോഴ്സ് മാതിരി വലിയ വാല്യൂ അല്ല. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ വാല്യൂ ആണ്. കാരണം μ0 ടൈംസ് അല്ല. μ0ന്റെ വാല്യൂ അറിയാം നമുക്ക് 4.10⁻⁷. അപ്പൊ വളരെ സ്മോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അത് പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ നോട്ടീസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ കൂടെയുള്ള കറന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 ആംപിയർ എങ്കിലും വേണം. മനസ്സിലായല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റോജറ്റ് നടത്തിയ എക്സ്പെരിമെന്റ് ആണ് റോജറ്റ് സ്പൈറൽ ഫോർ അട്രാക്ഷൻ ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്. അതിന് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് സ്പ്രിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ആ സോഫ്റ്റ് സ്പ്രിംഗ് വെർട്ടിക്കൽ ആയിട്ടാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു എൻഡ് ടോപ്പിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതർ എൻഡില് ഒരു ഷാർപ്പ് ടിപ്പ് വരുന്ന രീതിയിലാണ്. ആ ഷാർപ്പ് ടിപ്പ് ജസ്റ്റ് നമുക്ക് ഒരു വെസലില് കുറച്ച് മെർക്കുറി എടുത്തിട്ടുണ്ട്. ആ മെർക്കുറിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ടിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരെൻഡ് ഫിക്സ്ഡ് ആണ്, അതർ എൻഡ് ഷാർപ്പായിട്ട് വെച്ചിട്ട് അത് ആ മെർക്കുറിയിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നു. പിന്നെ നമുക്ക് കറന്റ് വേണം, സ്റ്റഡി കറന്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു DC സോഴ്സ് വേണം കേട്ടോ. ആ DC സോഴ്സ് ഒരു കണക്ഷൻ പോയിരിക്കുന്ന, ഒരു എൻഡ് പോയിരിക്കുന്ന എവിടേക്കാണ്, ആ സ്പ്രിങ്ങിലേക്കാണ്. അതർ എൻഡ് നേരത്തെ പറഞ്ഞ മാതിരി ആ മെർക്കുറി സോഴ്സിലേക്കാണ് അതർ എൻഡ് പോയിരിക്കുന്നത്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ സ്റ്റഡി കറന്റിന്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ സ്റ്റഡി കറന്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ആ കറന്റ് ഇതാ ഇങ്ങനെ വരുന്നു, കറന്റ് ഇതാ ഇവിടേക്ക് വരുന്നു. ആ സ്പ്രിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്യും, അതായത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കേ. ആ പാരലൽ കണ്ടക്ടേഴ്സിന്റെ ഫോഴ്സിന്റെ നേച്ചർ എന്തായിരുന്നു, അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്, ആ സ്പ്രിങ് ഒന്ന് ഷ്രിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് സ്പ്രിങ് ഒന്ന് ചുരുങ്ങും അല്ലെ. അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയത് കാരണം ആ സ്പ്രിങ് അങ്ങോട്ട് ചുരുങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന, ആ മെർക്കുറിയിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന ആ ടിപ്പ് അപ്വേർഡ് ഡയറക്ഷനിൽ പതുക്കെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് ഇത് അങ്ങോട്ട് പൊങ്ങിപ്പോകുന്നു. അങ്ങനെ അത് അങ്ങോട്ട് പൊങ്ങിപ്പോകുമ്പോൾ ഇവിടെ കോണ്ടാക്ട് ഇല്ലാണ്ടായി. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, ഡിസ്കണക്ട് ആയി, കറന്റ് ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, ആ സ്പ്രിങ് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ സ്പ്രിങ് റിലാക്സ് ചെയ്യുമ്പോൾ എന്താ, ആ ടിപ്പ് വീണ്ടും ആ മെർക്കുറിയിലേക്ക് ടച്ച് ചെയ്യും. മെർക്കുറിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു, വീണ്ടും ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു. ആ അട്രാക്റ്റീവ് ഫോഴ്സ് നേച്ചർ ആയത് കാരണം ആ സ്പ്രിങ് ഒന്ന് ഷ്രിങ്ക് ചെയ്യുവാണ്. അപ്പോൾ ആ ടിപ്പ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു, വീണ്ടും ഡിസ്കണക്ട് ആയി. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്പ്രിങ്ങിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 0.5 to 1 സെക്കൻഡ് വരെയാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ പെൻഡുലം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന മാതിരി തന്നെ ഇവിടെ നമുക്ക് ഓസിലേഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആ റോജറ്റ് സ്പൈറലിന്റെ ആ ഓസിലേഷൻ ഒന്ന് ഒരു വീഡിയോ കണ്ടു നോക്കാം.
നമുക്കൊരു പ്രോബ്ലം നോക്കാം. 4.7. Two long and parallel wires A and B carrying currents of 8 ampere and 5 ampere in same direction are separated by a distance of 4 centimeter. Estimate the force on a 10 centimeter section of wire A. കണ്ടുപിടിക്കാനുള്ള ഫോഴ്സ് ആട്ടോ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ല, മാറിപ്പോവല്ലേ, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ള. തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതാം. I1 8 ampere, I2 5 ampere, separation D 4 centimeter, meter ആക്കാം, 4 into 10 raised to minus 2 meter. Then L 10 centimeter, that is 10 into 10 raised to minus 2 meter. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത് ആണല്ലോ. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd അല്ലെ. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? μ0 I1 I2 ബൈ 2πd ഇൻറ്റു L. μ0 I1 I2 ബൈ 2πd ഇൻറ്റു L. നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. μ0 വാല്യൂ 4 into 10 raised to minus 7 into I1 8 I2 5 divided by 2 into 3.14 into separation D എത്രയാ? 4 into 10 raised to minus 2 into L. L എത്രയാണ്? 10 into 10 raised to minus 2. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 into 10 raised to minus 5. യൂണിറ്റ് ന്യൂട്ടൺ. ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ യൂണിറ്റ് ന്യൂട്ടൺ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ വരും. ഇക്വേഷൻ ഓർത്തിരിക്കുക. F ഈക്വൽസ് μ0 I1 I2 by 2πd into L. വാല്യൂ കിട്ടി നമുക്ക്. F ഈക്വൽസ് 2 into 10 raised to minus 5 ന്യൂട്ടൺ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഒരു ഡെറിവേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ നമുക്ക് 3 അല്ലെങ്കിൽ 5 മാർക്കിന് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു പോർഷൻ കൂടി ഉണ്ടാവും, ഡിഫൈൻ ആംബിയർ. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്താന്ന് കണ്ടുപിടിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? സ്മോൾ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ദറ്റ് ഈസ് ഈക്വൽ ടു μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd. രണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സിലെ രണ്ടിലെയും കറന്റ് ഡിറക്ഷൻ സെയിം ഡിറക്ഷൻ ആണെങ്കിൽ ഫോഴ്സിന്റെ നേച്ചർ അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. കറന്റ് ഡിറക്ഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ ഫോഴ്സിന്റെ നേച്ചർ എന്ന് പറയുന്നത് റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. 1 ആംപിയർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടിയത്, ഡിഫൈൻ ചെയ്തത്, രണ്ട് സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ട് വാക്വത്തിൽ വെക്കുവാണ്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണ് എങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ വാല്യൂ എത്രയായിരിക്കും? 2 into 10 raised to minus 7 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും.